ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു അടിപൊളി സലാഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും, ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് വെജിറ്റബിളും കുറച്ച് ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കൂട്ടത്തിൽ നോൺ വെജും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം മിക്സ് ചെയ്തിട്ടൊരു സലാഡ്. അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിൽ, നല്ല വെറൈറ്റി ഒരു ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് എന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, കൂടാതെ ഒരു പിയർ എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് ഒരു ഫ്രൈ പാനിൽ ഒരു സ്പൂണ് ഒലിവ് ഓയിലും ചേർത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ദാണ്ട എടുത്തിട്ടുള്ളത് കുറച്ച് നട്ട്സ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 2 ആൽമണ്ട് എടുത്തിട്ടുണ്ട്, 2 വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സലാഡിൽ കിടക്കുമ്പോൾ ഒരു നല്ലൊരു ബൈറ്റ് കിട്ടും ഇവിടെ കൂടി. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള നട്ട്സുകൾ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എരിവിന് കുറച്ച് എരിവും കൂടിയൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ ഈ ഒരു സലാഡിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഞാൻ നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത പെപ്പറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താണ്ട് ഞാൻ ലോ ഫാറ്റ് ആയിട്ടുള്ള യോഗട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പുളിയില്ലാത്ത യോഗട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 2 സ്പൂണ് ഞാനാണെങ്കിൽ യോഗട്ടും കൂടി ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് യോഗട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനാണെങ്കിൽ ഏകദേശം ഒരു 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ്ട് ഇതൊരു വലിയ സ്പൂണാണ് കേട്ടോ, അതാണ് ഇത്ര എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് വിനാഗിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ സൈഡർ വിനെഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അതുകൂടി ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-1.5 സ്പൂണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിനി സലാഡെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് താണ്ട് ഞാനിപ്പോൾ ആപ്പിളും പിയറും കൂടെ താണ്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളോടും ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സുകളും വെജിറ്റബിളുകളും കൂടെയാണ് ഞാനിതിലിപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്, അതാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇതിൽ ഞാൻ യോഗട്ടൊക്കെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ യോഗട്ടിൻ്റെ ഈ മിക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ വെള്ള എള്ളുണ്ടല്ലോ, തഹിനി പേസ്റ്റ്, അപ്പോൾ വെള്ള എള്ളിൻ്റെ പേസ്റ്റ് അഥവാ തഹിനി പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മിക്സ്ചറിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ അന്നേരം അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ദാണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുക്കുന്ന പോലെ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ, വീഡിയോ ഒന്നും അല്ലാതെ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സലാഡ് റെസിപ്പിയാണ്. കൂടാതെ ഹെൽത്തിയാണ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതാണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടാതെ നട്ട്സും പിന്നെ നമ്മുടെ ഡ്രസ്സിങ്ങും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പുളിയും കൂടാതെ തന്നെ ഒരു മധുരവും പിന്നെ ചിക്കൻ നോൺ വെജും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇഷ്ടമല്ലാത്തവർ, ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സലാഡാണ്. ഞങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഉപ്പ് വേണോ പുളി വേണോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവരൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇനി ഉടനെ തന്നെ നല്ല നല്ല വെയിറ്റ് ലോസ് റെസിപ്പീസും കൂടാതെ ആണെങ്കിൽ നല്ല നല്ല വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.